ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, വിശ്വസ്തത. ആദ്യത്തെ മൂന്നും നമ്മുടെ അകത്ത് അനുഭവിക്കുന്ന വികാരങ്ങളാണ്. അടുത്ത മൂന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് നമ്മുടെ അകത്ത് തന്നെ നമ്മൾ നേടുന്ന ക്വാളിറ്റിയാണ്, ക്യാരക്ടറാണ്. ശ്രദ്ധിക്കണം, ഇന്ദ്രിയജയം ഫലമാണ്. അത് നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ തോതും ഇന്ദ്രിയജയത്തെക്കുറിച്ചാണ്. ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങൾ നന്നാണ്, നിങ്ങൾ ശരിയാണ്, നിങ്ങൾ മിടുക്കന്മാരാകണം. നമ്മുടെ കൊച്ചിനോട് രാവിലെ എഴുന്നേറ്റ് അവന് മുട്ടയും പാലും കൊടുത്ത് അവനെ മിടുക്കനാക്കുന്നതാണോ നല്ലത്? അവനോട് നീ ആരോഗ്യവാനാകണം, മിടുക്കനാകണം എന്ന് പറയുന്നതാണോ നല്ലത്? അവന് വേണ്ടത് കഴിക്കാൻ കൊടുക്കുക, അവൻ ആരോഗ്യവാനാകും. വചനത്തെ സ്നേഹിതനെ പോലെ ഇടപെടുക. നാഥാവിൻ്റെ മകൻ പുരോഹിതൻ ശലോമോൻ്റെ സ്നേഹിതനായിരുന്നു. രാജാവിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? വചനത്തിൻ്റെ സ്നേഹിതനാകുക.